ഹലോ, ഇന്ന് നമ്മൾ ഹെന്ന ക്ലാസ്സിൻ്റെ പാർട്ട് 3 ആണ് കേട്ടോ. ലാസ്റ്റ് 2 പാർട്സും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്സ് നമുക്ക് ഡ്രോപ്സ് ആണ്. ഡ്രോപ്സ് എന്ന് പറയുമ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആദ്യം നമ്മൾ ഡോട്ട്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നല്ലൊരു ഡോട്ട്സ് ഇടുക, അതിനുശേഷം ആ ഡോട്ട്സിനെ ഒന്ന് താഴേക്ക് ഡ്രാഗ് ചെയ്യുക. ഇങ്ങനെയാണ് ഡ്രോപ്സ് വരയ്ക്കുക. ഈ ഡ്രോപ്സ് കൊണ്ട് നമുക്ക് ഫ്ലവേഴ്സ് വരയ്ക്കാം, ലീവ്സിനകത്ത് ഒരു ഡിസൈൻസ് വരെ ചെയ്യാം. അങ്ങനെ ഒരു ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻറ്റാണ് ഡ്രോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വീണ്ടും ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ആദ്യം ജസ്റ്റ് നമ്മളുടെ ഒരു ഡോട്ട് ഇട്ടിട്ട് ആ ഡോട്ടിൽ നിന്ന് നമ്മൾ ഡ്രാഗ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു ഫ്ലവർ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നല്ലപോലെ ഇതിനകത്ത് കാണുന്നുണ്ട്. നല്ലപോലെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാം. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് വൈൻസ് ആണ്. ഈ വൈൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഹെന്ന ഡിസൈൻസിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന, ഏറ്റവും നല്ലപോലെ പ്രാക്ടീസ് വേണ്ട ഒരു എലമെൻറ്റാണ് വൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വൈൻസ് എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഇതിലിപ്പോൾ ഞാൻ 2 ടൈപ്പ് വൈൻസാണ് കാണിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഡോട്ടഡ് വൈൻസും സെക്കൻഡ് നമ്മൾ അല്ലാണ്ട് നോർമലി ഉപയോഗിക്കുന്ന ലീഫി വൈൻസുമാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ലീഫി വൈൻസ് ആണ് ഈ കാണിക്കുന്നത്. ലീഫി വൈൻസ് എന്ന് പറയുമ്പം ചെറുതായിട്ട് താഴ്ന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു ലൈനിൽ നിന്ന് പ്രഷർ കൊടുത്ത് മുകളിലോട്ട് ഡ്രാഗ് ചെയ്യുക. അതായത് ആ ലൈനിൽ നിന്ന് ടിപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വന്ന് ഒന്ന് പ്രഷർ കൊടുത്തിട്ട് മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു ലീഫിൻ്റെ ഒരു ലെവലിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്കത് വീഡിയോയിൽ കാണുന്ന രീതിയിൽ നോക്കിയാൽ വ്യക്തമായിട്ട് നല്ല രീതിയിൽ മനസ്സിലാവുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്നും കൂടി നോക്കാം. അപ്പോൾ ഞാനിതൊന്നും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കൊന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വീഡിയോ എല്ലാവരും നോക്കുക. അതിനെ അതുപോലെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഇത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇത് നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു എലമെൻറ്റ് നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം 1-2 പ്രാവശ്യം വരച്ചെന്ന് വെച്ചിട്ട് നിങ്ങൾക്കത് കറക്റ്റായി എന്ന് കരുതിയിട്ട് പ്രാക്ടീസ് നിർത്തരുത്. മെഹന്തിയിൽ എപ്പോഴും പെർഫെക്ഷൻ കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഓരോ പ്രാവശ്യവും ഇങ്ങനെ വരച്ചൊക്കെ പഠിച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ക്ലാരിറ്റി വരുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലീവ്സ് ആണ്. ലീവ്സും ഇതിൽ ഞാനൊരു 3 ലീവ്സാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പം വീഡിയോ കാണുന്ന പോലെ മേളിൽ നിന്ന് സൈഡായിട്ട് താഴേക്ക് വരച്ചൊരു ലീഫ് ഷേപ്പ് വരച്ചതിന് ശേഷം അതിൽ ഫില്ല് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് ലീഫ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ആൻഡ് ഇനി സെക്കൻഡ് ലീഫ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി എല്ലാ ഡിസൈൻസിനും ഫ്ലവറിൻ്റെ കൂട്ടത്തിൽ വരയ്ക്കുന്ന ഒരു ടൈപ്പ് തന്നെയാണ്. ആദ്യത്തേത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വരച്ചു എന്നുണ്ടെങ്കിൽ രണ്ടാമത്തേതെന്ന് പറയുമ്പോൾ അതിൽ തന്നെ ചെയ്ത് വരച്ചതിന് ശേഷം അതിൽ സൈഡൊക്കെ ഡാക്കൺ ചെയ്യുക, അകത്തൂടി ഒരു ചെറിയൊരു ലൈൻ കൊടുക്കുക. ഇതാണ് സെക്കൻഡ് വൺ. ആൻഡ് തേർഡ് വൺ ഇതുപോലൊരു കർവ് ഡിസൈൻ വരച്ചതിന് ശേഷം താഴേന്നും അതിനെ യോജിപ്പിച്ചിട്ട് സെൻട്രൽ പോർഷനിലൂടെ ഒരു ലൈൻ കൊടുത്തിട്ട് അകത്തെല്ലാം ചെറിയ ലൈൻസ് കൊടുത്ത് കവർ ചെയ്യാം. അപ്പോൾ ഇതാണ് തേർഡ് ലീഫ്. അപ്പോൾ ഇതിൽ എലമെൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് മാത്രം നമ്മൾ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഡേ.